ദീൻദയാൽ സ്മരണയിൽ രാഷ്ട്രം. RSS മുതിർന്ന പ്രചാരകനും ജനസംഘം സ്ഥാപകനുമായ ദീനദയാൽ ഉപാധ്യായയുടെ 106ാം ജന്മദിനമാണെന്ന്. ഏകാത്മ മാനവ ദർശനത്തിലൂടെ രാഷ്ട്രീയത്തിൽ സാംസ്കാരിക മൂല്യങ്ങൾ സ്വാധീനം ചെലുത്തേണ്ടതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ദീൻദയാൽ ഉപാധ്യായയുടെ ജയന്തി രാഷ്ട്രം വിപുലമായി ആചരിക്കുകയാണ്. ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ആദ്യം ദീൻദയാൽ ഉപാധ്യായയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കൃഷ്ണരാജ, ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വെച്ച വ്യക്തി എന്ന രീതിയിലാണ് ദീൻദയാൽ ഉപാധ്യായ പൊതുവെ അറിയപ്പെടുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം, അടിത്തറയിലൂന്നിയാണ് BJP എന്ന പ്രസ്ഥാനം, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഇന്നും അവരുടെ അടിത്തറ ഏകാത്മ മാനവ ദർശനമാണ്. ആ ദർശനം മുന്നോട്ട് വെച്ചയാളാണ് ദീൻദയാൽ ഉപാധ്യായ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കടന്നു പോവുകയാണ്. ഏകാത്മ മാനവ ദർശനം എന്ന ആശയത്തിലൂടെ രാഷ്ട്രീയത്തിൽ സാംസ്കാരിക മൂല്യങ്ങൾ സ്വാധീനം ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. കേവലമായ രാഷ്ട്രീയ അധികാരം എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട സാംസ്കാരിക മൂല്യങ്ങൾ, വേരുകളിലൂന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അത് മുന്നോട്ട് വെച്ച് അതിനൊരു ചട്ടക്കൂട് പണിത വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാശ്ചാത്യ ചിന്താലോകത്ത് വ്യക്തിവാദവും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസവും പ്രബലമായിരുന്ന കാലത്താണ് അദ്ദേഹം ഈ ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. അത് അക്കാലത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് പരമാവധി അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കമ്മ്യൂണിസവും അതോടൊപ്പം ഈ വ്യക്തിവാദവും ഒക്കെ അന്ന് രംഗത്ത് വരികയും ചെയ്തത് ഓർക്കണം. പക്ഷേ അന്നത് ഉൾക്കൊള്ളുന്നതിന് വലിയ തോതിൽ ആളുകൾക്ക് വിമുഖത ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഈ ഏകാത്മ മാനവ ദർശനം, സാംസ്കാരിക മൂല്യങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അത് തന്നെയായിരിക്കും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതിരുകളില്ലാത്ത, പ്രതിബദ്ധതയില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ് ഈ വ്യക്തിവാദം മുന്നോട്ട് വെച്ചത്. മറുഭാഗത്ത് മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണകൂടത്തിന്റെയും വിലയില്ലാത്ത ഉപകരണം മാത്രമായി പരിമിതപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഈ ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രേരണയായത്. സർഗവാസനകൾ പോലും സ്റ്റേറ്റിന്റെയും പാർട്ടിയുടെയും സമഗ്രാധിപത്യത്തിന് കീഴടങ്ങി എന്നുള്ള തിരിച്ചറിവും അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദർശനം മുന്നോട്ട് വയ്ക്കുന്നതിന് കാരണമായി. മനുഷ്യനൊരു കേവല ഏകകമല്ലെന്ന നിലപാടായിരുന്നു ദീൻദയാൽ ഉപാധ്യായയുടേത്. ഉപനിഷത്ത് ദർശനമായ അദ്വൈത വേദാന്തത്തിന്റെ തുടർച്ചയായ രാഷ്ട്രീയ മീമാംസാ ചിന്തകളാണ് ഏകാത്മ മാനവ ദർശനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, വിശ്വമാനവികത എന്നിങ്ങനെ അനുക്രമ വികാസ പരിണാമത്തിലൂടെ പ്രപഞ്ചചേതനയും വ്യക്തിചേതനയും ഒന്നായിത്തീരുന്ന സങ്കല്പം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ആ അടിത്തറയിൽ തന്നെയാണ് ഇന്നും BJP ഉറച്ചു നിൽക്കുന്നത്. BJPയുടെ വേരുകൾ ആഴത്തിലോടിയിരിക്കുന്നതും ആ ഏകാത്മ മാനവ ദർശനത്തിലാണ്. അദ്ദേഹത്തെ ഓർക്കുകയാണ് ഇന്ന് രാജ്യം. RSSന്റെ പ്രചാരക കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. RSS പ്രചാരക കൂടിയായ അദ്ദേഹത്തിൻ്റെ സിരകളിലാണ് ഈ ഏകാത്മ മാനവ ദർശനം എന്ന ചിന്തയോടിയത്. ഈ രാജ്യത്തെ ഒന്നായി നിർത്തി, ഈ രാജ്യത്തെ രാഷ്ട്രീയപരമായി ഒന്നായി നിർത്തുന്ന രാഷ്ട്രീയപരമായ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുക എന്നുള്ളതും RSS പ്രചാരക കൂടിയായ അദ്ദേഹമാണ് നൽകിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 106ാം ജന്മദിനമാണ്. ആ ദർശനത്തിലൂടെ രാജ്യത്തെ നയിക്കാൻ ഡൽഹിയിൽ എന്തൊക്കെ പരിപാടികൾ പ്രചാരകനെ അനുസ്മരിക്കാൻ? ഇന്ന് BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ കേന്ദ്രമന്ത്രി JP നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് BJPയുടെ ദേശീയ ആസ്ഥാനത്താണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതും. അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണം യോഗം ഇന്ന് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈ നടുന്ന ചടങ്ങ് അതും ഇന്ന് ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചു. രാജ്യത്താകമാനം BJPയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അത് BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അധികാരമില്ലാത്ത
സംസ്ഥാനങ്ങളിലടക്കം ഇന്ന് ഈ ഇദ്ദേഹത്തെ ഓർക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി വിപുലമായ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ ആസ്ഥാനത്ത് പാർട്ടിയുടെ അവിടെ JP നദ്ദയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീൻദയാൽ സ്മരണയിൽ രാഷ്ട്രം RSS മുതിർന്ന പ്രചാരകനും ജനസംഘം സ്ഥാപകനുമായ അദ്ദേഹത്തിൻ്റെ 106ാം ജന്മദിനമാണെന്ന് രാജ്യമെങ്ങും അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.